നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസവും ഹിന്ദുത്വവും പ്രധാന പ്രചാരണായുധമാക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ വിഷയമാക്കും. പന്തളത്ത് ഉൾപ്പെടെ മഹാസംഗമങ്ങൾ സംഘടിപ്പിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന് ജില്ലകളിൽ നിന്നും അഭിപ്രായം ശേഖരിക്കും. ഈ മാസം 15-ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരും. എസ് രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ എന്താണിത്? വിനിത, കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ കൊച്ചിയിലെത്തിയിരുന്നു. അദ്ദേഹം ഔപചാരികമായി തന്നെ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം വിളിച്ച കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ബി.ജെ.പിയുടെ അജണ്ട അത് വിശ്വാസവും ഹിന്ദുത്വവും തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം അദ്ദേഹം വികസിത കേരളം എന്ന് പറയുന്ന അജണ്ട അല്ലെങ്കിൽ ഒരു പ്രചരണ ആയുധമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. മാറാത്തത് മാറും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ മുദ്രാവാക്യം. അപ്പോൾ വികസനം എന്ന് പറയുന്ന അജണ്ട അത് മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ചലനമുണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിശ്വാസവും ഹിന്ദുത്വവും തന്നെ ആയിരിക്കണം, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണായുധങ്ങളായിരിക്കണം, മുദ്രാവാക്യങ്ങളായിരിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമ്മേളനങ്ങളും വിളിച്ചു ചേർക്കണം. പമ്പയിലും പന്തളത്തും ഉൾപ്പെടെ അത്തരം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേരിടാൻ പോകുന്നത് വികസനത്തിനൊപ്പം അല്ലെങ്കിൽ വികസനത്തിന് മുന്നേ വിശ്വാസം എന്ന അജണ്ടയെ മുൻനിർത്തി, ഹിന്ദുത്വ അജണ്ടയെ മുൻനിർത്തിയായിരിക്കും. അതോടൊപ്പം ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബി.ജെ.പി. രൂപീകരിച്ചിട്ടുണ്ട്. 15-ം തീയതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ 15-ം തീയതിക്ക് മുൻപ് ജില്ലാ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കും. 15-ം തീയതിക്ക് ശേഷം നിയമസഭാ കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരും. അതിനുശേഷം 20-ം തീയതിയോടുകൂടി 5 മേഖലകളായി തിരിച്ചുകൊണ്ട് NDAയുടെ പ്രധാനപ്പെട്ട യാത്രകൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന യാത്രയായിരിക്കില്ല, ബി.ജെ.പി. നയിക്കുന്ന 3 യാത്രകളും 2 ഘടകകക്ഷി നേതാക്കന്മാർ നയിക്കുന്ന യാത്രയുമായിരിക്കും. ബി.ജെ.പി. നയിക്കുന്ന 3 യാത്രകളും ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷന്മാർ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും വി മുരളീധരനും അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസ് അങ്ങനെയുള്ള മുൻ അധ്യക്ഷന്മാർ നയിക്കുന്ന യാത്രകളായിരിക്കും ബി.ജെ.പി. സംഘടിപ്പിക്കുക. 2 യാത്രകൾ ഘടകകക്ഷികൾ സംഘടിപ്പിക്കും. ഈ യാത്രയിലും സമ്മേളനങ്ങളിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ടയായി വിശ്വാസവും ഹിന്ദുത്വവും മാറും. വികസനം എന്ന മുദ്രാവാക്യം രണ്ടാമതായി മാറുകയും ചെയ്യും. ശരി, എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസ വിഷയം തന്നെയാണ് ബി.ജെ.പി. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കാൻ പോകുന്നതെന്നാണ് എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.